പിതാവും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈ തിരുവചനം ശ്രവിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ചെറിയൊരു ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ വേർതിരിക്കുവാൻ കർത്താവിൽ ആശിക്കുന്നു. കഫർന്നഹൂമിലാണ് ഈ സംഭവം നടക്കുന്നത്. മത്സ്യബന്ധനത്തിന് പേരുകേട്ട ഈ സ്ഥലം ഗലീല തടാകത്തിന് വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു. ഇവിടുത്തെ സംഘാലയത്തിലാണ് യേശു ആദ്യം പഠിപ്പിച്ചത്. തന്റെ ഉപദേശത്തിൽ അത്ഭുതപ്പെട്ടിരുന്നതായ ജനങ്ങൾ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യന്റെ സൗഖ്യം കണ്ടപ്പോൾ കൂടുതൽ വിസ്മയഭരിതരായി. അവർ പരസ്പരം പറഞ്ഞു, അശുദ്ധാത്മാക്കളോട് പോലും അധികാരത്തോടെ കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്ന ഈ പുതിയ പഠിപ്പിക്കൽ എന്ത്? പ്രിയരെ, യേശുവിന്റെ വാക്കുകൾക്കും പ്രബോധനങ്ങൾക്കും അത്രമാത്രം മാനങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. യേശുവിന്റെ വാക്കുകളും പഠിപ്പിക്കലുകളും ജീവിതത്തെ പുതിയ തലത്തിലേക്ക് നയിക്കുമെന്ന് ഈ സംഭവം നമ്മെ ഓർപ്പിക്കുകയാണ്. ആ സമൂഹത്തിൽ ആർക്കും രക്ഷിക്കുവാൻ കഴിയാതിരുന്ന ഭൂതഗ്രസ്തനായ മനുഷ്യനാണ് യേശുവിന്റെ വാക്കുകളിലൂടെ പുതിയ മാനവും അഭിമാനവും കൈവന്നത്. മാത്രമല്ല, അശുദ്ധാത്മാക്കളെ പോലും കേവലം വാക്കുകൾ കൊണ്ട് ബന്ധിക്കുവാൻ, ബഹിഷ്കരിക്കുവാൻ കഴിവുള്ള സ്നേഹവാനായ ദൈവം ഇന്നും നമ്മോട് കൂടെയുണ്ട്. ആ തലത്തിലേക്ക് നമ്മെ നയിക്കുന്ന അനുഭവമാണ്, അല്ലെങ്കിൽ അനുഭവമാകേണ്ടതാണ് ഈ നോമ്പിന്റെ ദിനരാത്രങ്ങൾ. ആയതിനാൽ പരിശുദ്ധ പിതാക്കന്മാർ ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു: സോദരരെ, പോരാടിടാം നോമ്പാം വാളേന്തി, മശിഹായിൽ സമ്പൂർണന്മാ നോമ്പാൽ ജയമാർന്നു, നോമ്പാൽ മോറാൻ ദുഷ്ടനോടടരാടി, നോമ്പാൽ ഗിരിമേ ശോഭിച്ചു മോശ, നോമ്പാൽ തേരതിലേനിയ ഏറി സ്വർഗത്തിൽ, നോമ്പാൽ മകുടം സഹദേരും ധാർമ്മികരും നേടി. ഹല്ലേലൂയ. ഇത് തന്നോൻ ധന്യൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.